ബാക്കി നാട്ടുകാരും അവിടുത്തെ പൗരപ്രമുഖന്മാർ, അതെ മന്ത്രിമാരൊക്കെ പൗരപ്രമുഖന്മാരെ കാണാറുണ്ടല്ലോ, അതുപോലെ പൗരപ്രമുഖന്മാരൊക്കെ വന്നിട്ട് യയാതിയോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ? അങ്ങയുടെ മൂത്ത മകനല്ലേ രാജാവേണ്ടത്, എന്താ ഇപ്പം അവസാനത്തെ മകന് രാജ്യം കൊടുക്കാൻ കാരണം? അല്ല, അതിന് കാരണമുണ്ട്. നല്ല മക്കളെന്ന് പറഞ്ഞാൽ അച്ഛൻ പറയണത് അനുസരിക്കണം. എനിക്ക് ശുക്രാചാര്യരുടെ ശാപഫലമായിട്ട് കിട്ടിയ എൻ്റെ ജര ഏറ്റെടുക്കാൻ ഈ പൂരു മാത്രമേ തയ്യാറായുള്ളൂ, ബാക്കി 4 മക്കളും തയ്യാറായില്ല. അവർക്ക് ഞാൻ രാജ്യം കൊടുക്കില്ല. അത് ശരിയല്ലേ? നിങ്ങൾ പറയൂ. അത് ശരിയാണ്, അച്ഛൻ പറഞ്ഞനുസരിക്കണം, മകൻ ഞാൻ രാജ്യം കൊടുക്കണ്ടേ. പക്ഷെ പിന്നെ ഒരു കാര്യം ഉണ്ടായി. ശുക്രാചാര്യരോട് ഞാൻ ഈ വരം മേടിച്ചിട്ടുണ്ട്, ആരാണോ എൻ്റെ ജര ഏറ്റെടുക്കുന്നത് അവനെ ഞാൻ രാജാവാക്കും. അങ്ങനെ ആവട്ടെ എന്ന് ശുക്രാചാര്യർ പറഞ്ഞിട്ടുണ്ട്. ഈ 2 കാരണങ്ങളെ കൊണ്ടാണ് ഞാൻ പൂരുവിനെ രാജാവാക്കിയത്. ഓക്കെ എന്ന് പറഞ്ഞു നാട്ടുകാർ. അത് പറഞ്ഞ് യയാതി എന്ത് ചെയ്തു? അദ്ദേഹം രാജ്യമൊക്കെ മക്കളെ ഈ പൂരുവിനെ ഏൽപ്പിച്ച് അദ്ദേഹം തപസ്സിന് പോയി.